വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവണം. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു വാചകം പറഞ്ഞാൽ അതിനകത്ത് 9 തെറ്റുണ്ടാവും. കണക്ക് പറയുമ്പോൾ 93,000 എന്നുള്ളത് 9,000 എന്ന് വായിക്കുന്ന ആളാണ്. ഇങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാതൃകകൾ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടോക്കോളുള്ള 3 വ്യക്തികൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ. പ്രധാനമന്ത്രി പോലും ആ പ്രോട്ടോക്കോളിന് പിന്നിലാണ്. ആ ഗവർണറുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ഗവർണർ എത്തുമ്പോഴേക്കും എല്ലാവരും വേദിയിലുണ്ടാവണം, ദേശീയഗാനം ആലപിക്കണം. പരിപാടി തീരുമ്പോൾ ദേശീയഗാനത്തോടു കൂടിയാണ് അവസാനിക്കേണ്ടത്. അതിനിടയ്ക്ക് ഗവർണർ ഇരിക്കുമ്പോൾ ഒരാളും വേദി വിട്ടു പോകാൻ പാടില്ല എന്നത് അലംഘനീയമായ പ്രോട്ടോക്കോളാണ്. അത് ലംഘിച്ച് വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്ന് രാജ്ഭവനെ മാത്രമല്ല ഗവർണർ എന്നുള്ള ഭരണഘടനാ പദവിയെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ഈ ശിവൻകുട്ടി എന്നിട്ടൊരു വർത്തമാനം കൂടെ പറഞ്ഞു, ഇവിടെ ഒരു പടം ഇരിക്കുന്നുണ്ട്, ഇതെന്താണ്, ഏതാണ്, എന്തിൻ്റെയാണെന്ന് അറിയില്ല. ഇയാൾ ഈ രാജ്യത്തൊന്നുമല്ലേ, ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ ചെയ്തിരിക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ്. രാജ്ഭവൻ പത്രക്കുറിപ്പിൽ ശിക്ഷിക്കാനൊന്നും പറ്റില്ല, അതൊരു മര്യാദയാണ്. പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് ഇയാളെ നീക്കണം എന്ന് ആവശ്യപ്പെടാം. എനിക്ക് ഈ മന്ത്രിയിൽ പ്ലഷർ ഇല്ല. അത് മുമ്പൊരിക്കലും ഇങ്ങനെ പറഞ്ഞതാണ്. KN ബാലഗോപാലിനെ പറ്റിയിട്ട് ഇത്. പക്ഷേ KN ബാലഗോപാലിന്റെ കേസിനേക്കാൾ രൂക്ഷവും ഭീകരവുമാണ് ഈ കേസ്. ഇയാൾ അവിടെ നിന്ന് ഞാൻ വാക്കൗട്ട് നടത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ പാരമ്പര്യം അറിയാമല്ലോ. നമ്മൾ അസംബ്ലിയിൽ ഇദ്ദേഹത്തിന്റെ കലാപ്രകടനം കാണുകയും ജനാധിപത്യ മര്യാദ ഡയസിൽ കയറി സ്പീക്കറുടെ കസേര തള്ളി താഴ്ത്തിടുകയും പിന്നീട് മൊഹാലസ്യം വന്ന് മലർന്നു കിടന്ന് ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതെ, പക്ഷേ ഇങ്ങനെ ഗവർണറെ അപമാനിച്ചു. എനിക്ക് തോന്നുന്നത് അത് നിയമവശമൊക്കെ നോക്കിയിട്ടുള്ള പത്രക്കുറിപ്പാന്ന് തോന്നുന്നു. പ്രോട്ടോകോൾ ലംഘിച്ചു, ഗവർണറെ അപമാനിച്ചു, രാജ്ഭവനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗവർണർ ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നതാണ്. കത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് വരുന്നു എന്ന് നോക്കാം. കാരണം ഇതൊരു ഇഷ്യൂ ആണല്ലോ. ഒരു ഇഷ്യൂ പൊളിറ്റിക്കൽ കാര്യങ്ങളാവുമ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണമല്ലോ. പിന്നെ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളത് പിന്നെ നോക്കാം. അവിടെ ഒരു പ്രശ്നമുണ്ട് സാർ. കാരണം ശിവൻകുട്ടി മന്ത്രിയാണ്. മന്ത്രിയായിരിക്കുന്ന ഇയാൾ ചടങ്ങ് തുടങ്ങുന്നതുവരെ ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങിൽ വന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണറുടെ പരിപാടിയിൽ തുടക്കം മുതലേ എത്തേണ്ട ആൾ വൈകി വന്നു. എന്നിട്ട് ഞാൻ ബോയ്ക്കോട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഈ എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് ശിവൻകുട്ടി വായിച്ചത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അക്ഷരത്തെറ്റ് വന്നിട്ടില്ല. 3-4 വരിയല്ലേ ഉള്ളൂ. ഒരുപാടുണ്ടെങ്കിൽ അത് വായിക്കാൻ കഷ്ടപ്പെട്ടു പോയത് അദ്ദേഹം. ഏതായാലും അങ്ങനെ എഴുതി തയ്യാറാക്കി ഒരു പ്രസംഗവും കൊണ്ടുവരുന്നു, വൈകി വരുന്നു. ഇത് മുഖ്യമന്ത്രി അറിയാതായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? കാരണം മുഖ്യമന്ത്രിക്ക് കേരള ഹൗസിൽ നിർമ്മല സീതാരാമനുമായി രാവിലെ ഇഡ്ഡലി കഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഗവർണറാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണിത്. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം SFIക്കാർ ഈ ഗവർണറെ തടയാൻ വന്നു. അപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ, അല്ലെങ്കിൽ പിണറായി വിജയനും രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും തമ്മിലുണ്ടായിരുന്ന ഒരു ഹണിമൂൺ പീരീഡ് തീരുകയാണ്. അത് തീർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പത്രസമ്മേളനം മുഖ്യമന്ത്രിയുടെ കണ്ടതാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെയല്ല ഗവർണർ പെരുമാറേണ്ടത്, അത് RSSന്റെ ശാഖയല്ല രാജ്ഭവൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ചണ്ട തുടങ്ങി. ഈ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് എഴുതി കൊണ്ടുവന്ന് വായിച്ചിരിക്കുന്നത്. ഈ വൈകിയാണ് വന്നിരിക്കുന്നത്. അതൊന്നും ശരിയല്ല. അതും പ്രോട്ടോകോൾ ലംഘനമാണ്. വൈകി വന്നു, ശരി, പലർക്കും പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയാണെങ്കിൽ വന്നിട്ട് അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ട്. അതെ, ഞാൻ അല്പം മുമ്പ് പറഞ്ഞില്ലേ, ഗവർണറും ഞാനിവിടെ പങ്കെടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഗവർണറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചി മേയർ ഒരു 2 മിനിറ്റ് വൈകിയാണ് വന്നത്. മേയർ അനിൽകുമാർ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, വേദിയിൽ ഗവർണറുണ്ട്, ഞാനുണ്ട്, നമ്മുടെ വിഖ്യാത എഴുത്തുകാരനായ C രാധാകൃഷ്ണൻ സാറുണ്ട്. അപ്പോൾ ഗവർണർ ഓടിച്ചെന്ന് ഗവർണറുടെ അടുത്തേക്ക് മേയർ ചെന്നിട്ട് താണു വണങ്ങി, സാർ വൈകിപ്പോയി, 2 മിനിറ്റ് ട്രാഫിക് ബ്ലോക്കിലായി എന്ന് പറഞ്ഞ് കൈകൂപ്പി അപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു മര്യാദയാണ്. അനിൽകുമാറിനെ നമുക്ക് കൊച്ചിയിൽ അറിയാമല്ലോ. V ശിവൻകുട്ടിയേക്കാൾ മര്യാദയും ജെന്റിൽമാനാണ്. ചിരിച്ചുകൊണ്ടല്ലാതെ അനിലിനെ കണ്ടിട്ടില്ല. വായിക്കുകയൊക്കെ ചെയ്യും. സാധാരണ സഹാക്കളുടെ ഒരു ബലം പിടുത്തമൊന്നും ഒന്നുമില്ല. എന്നാൽ ശിവൻകുട്ടി കംപ്ലീറ്റ് ബലം പിടുത്തമാണ്. താനും ബലം പിടുത്തത്തിന്റെ രാജകുമാരനോ ഒക്കെ പറയാവുന്ന ഒരാളാണ്. മേയറായിരുന്നു കഴിച്ചാൽ മതി. മേയറായിരുന്നപ്പോഴൊക്കെ എനിക്കറിയാവുന്നതാണ്. അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ
ഇതിൻ്റെ അകത്ത് ഈ മാപ്പൊന്നും പറഞ്ഞില്ല ഗവർണറോട്, എഴുതി തയ്യാറാക്കിയ അവിടെ. കാരണം ഈ വൈകിയത് എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ മറ്റേ ഭാരതാംബയുടെ ചിത്രം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് ആ വൈകിയിരിക്കുന്നത്. ആ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞോട്ടെ, എന്നിട്ട് വരാം. എന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം എന്ന് പറഞ്ഞിട്ട് ആരുടെയോ ചിത്രം ഇരിപ്പുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തോ ചിത്രം ഇരിപ്പുണ്ട്. ഗാന്ധിയുടെയോ മോദിയുടെയോ ചിത്രമാണെങ്കിൽ തരക്കേടില്ലെന്ന്. ഈ മോദി വണങ്ങുന്ന ചിത്രമാണ് അവിടെ ഇരിക്കുന്നത് ആണല്ലോ. അപ്പൊ പിന്നെ പ്രധാനമന്ത്രിക്ക് വണങ്ങാമെങ്കിൽ ഇവിടുത്തെ ഒരു സാധാ മന്ത്രിക്ക് വണങ്ങിക്കൂടെ? പിന്നെ ഇതിൻ്റെ അകത്തെ പ്രശ്നം ഈ പത്രക്കുറിപ്പിൽ ഇതൊന്നും പറയാത്തത് കൊണ്ട് തന്നെ പ്രോട്ടോകോൾ ലംഘനം എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിൽ ഈ KN ബാലഗോപാലിന് മുമ്പും ഇതുപോലത്തെ ഇഷ്യൂസ് ചില ഗവർണർമാർ കുത്തിപ്പൊക്കുകയും പുറത്താക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് സൂത്രത്തിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് തന്നെ പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു അഴിച്ചുപണി നടത്തിയിട്ടാണ് ഒരു മന്ത്രിയെ ഒഴിവാക്കിയത്. കാരണം രാഷ്ട്രപതി ഇൻസിസ്റ്റ് ചെയ്തു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പലതവണ വായിക്കുകയും ഞാൻ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. രാജീവ് ഗാന്ധി അയാളെ ഒഴിവാക്കേണ്ടി വന്നു. ഒഴിവാക്കുമ്പോൾ ഈ കാരണം കൊണ്ടാണെന്ന് പറയാതെ മന്ത്രിസഭ പുനഃസംഘടന വഴി അയാളെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഭാഗത്തു നിന്നുള്ള അയാളെ കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്. അതുകൊണ്ട് ഗവർണർക്ക് ഇത് ഇൻസിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നടന്നുകൊണ്ടില്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് ആ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചെറിയ സംഭവം അല്ല. ഇപ്പം നടന്നിരിക്കുന്നത് KN ബാലഗോപാൽ പുറത്തെന്തോ സംസാരിച്ചു എന്ന് മാത്രമേ. അത് പൊളിറ്റിക്കലി മറ്റേ മുഹമ്മദ് ഖാനും വിമർശനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് വരും. അദ്ദേഹം അങ്ങനെ എടുത്ത് അത് വിട്ടുകളഞ്ഞു. ഇതങ്ങനെയല്ല. ഇതിപ്പോ ചടങ്ങിന്റെ അല്ലെങ്കിൽ വരാതിരിക്കാം. പ്രസാദ് കുറച്ചുകൂടി ശിവൻകുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രസാദ് വളരെ മാന്യനാണ്. ഈ പറഞ്ഞ പോലെയാ, പ്രസാദും അതുപോലെയൊക്കെ ജീവിക്കുന്ന ഒരാളാണല്ലോ. അത്യാവശ്യം വായനയും പിന്നെ അദ്ദേഹം പലരോടും കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഈ കാര്യത്തിൽ ഈ ശിവൻകുട്ടി കൺസൾട്ട് ചെയ്തത് ഏതാണ്ട് ഇതേ സ്വഭാവമുള്ള പിണറായി വിജയനോടാണല്ലോ. അപ്പോൾ നമുക്കിത് പൊളിറ്റിക്കലായിട്ട് എടുക്കാം. നിലമ്പൂര് വോട്ടെടുപ്പ് നടക്കുകയാണല്ലോ. എന്തെങ്കിലും കാരണം ഇന്നലെ മറ്റേ RSSന്റെ കാര്യത്തിലൊക്കെ ആകെ ഗോവിന്ദന്റെ പ്രസ്താവനകൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദന് പറയേണ്ടി വന്നു. ചോദിക്കുമ്പോൾ പറയുന്നത് അല്ല, അതങ്ങനെ പറഞ്ഞാൽ കുഴപ്പമാവില്ലേ, സത്യം പറയാൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ച ഗോവിന്ദൻ പിറ്റേ ദിവസം തകിടം പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇനിയുള്ള വോട്ടെടുപ്പിൽ ഇപ്പം 50% എന്തൊക്കെയായി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഭാഗത്തെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണെന്ന് മറ്റേ ഇസ്ലാമിസ്റ്റുകളെ തോന്നിപ്പിച്ചിട്ട് കുറച്ച് വോട്ട് കിട്ടുമോ? ഇങ്ങനെയും കൂടിയൊക്കെ പാർട്ടി തീരുമാനമാണ് ആ വായിച്ചത്. അതുകൊണ്ടാണ് എഴുതി കൊണ്ടുവന്നത്. കാരണം തന്നെത്താനെ പറഞ്ഞ് അസംബന്ധം പറയാൻ പാടില്ലല്ലോ. അതാണ് ഭാരതാംബ എന്ന് പറയുന്നത് നന്നായി. ചിലപ്പോൾ നാക്ക് വഴങ്ങില്ല. വഴങ്ങില്ല. എന്താ പറയുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ഭാരതാംബിക എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയേനെ. അതുകൊണ്ട് ഇത് ഒരു വലിയ ഫൈറ്റിലേക്ക് പോവുകയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇയാളെ പുറത്താക്കണം ശിവൻകുട്ടി. ഇതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പിണറായി വിജയൻ ഭാര്യ കമലയൊക്കെ കൂട്ടി രാജ്ഭവനിൽ പോയിരുന്നു. അങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധമായിരുന്നല്ലോ. അത് കളയാൻ ഇനി ഒരു വർഷക്കാലം ജന്മദിനത്തിന് എന്തോ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി. എന്നാൽ പോലും ഒരു സൗഹൃദത്തിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അത് വളരെ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗവർണറുമായി ഉള്ളൊരു ഏറ്റുമുട്ടൽ പിണറായി വിജയനുമായി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് വരുന്നില്ല. പ്രസാദാണ് തുടങ്ങി വെച്ചത്. അത് ശിവൻകുട്ടി അത് ഏറ്റെടുത്തു. ശിവൻകുട്ടി അത് CPM ആയിരുന്നില്ല, CPM കക്ഷിയായിരുന്നില്ല, CPI ആയിരുന്നു. CPIക്കാരാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് കോട്ടയത്ത് CPIയുടെ സമ്മേളനത്തിൽ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ചു. ത്രിവർണ്ണവതായുള്ള ബിനുവിൻ്റെ പടമൊക്കെ ബി ബിനു കോട്ടയം ജില്ലാ സെക്രട്ടറി. എന്നിട്ട് പിന്നെ അത് പിൻവലിച്ചു. എന്ന് പറയുന്നത് പോലെ CPI ഒറ്റയ്ക്ക് പിടിച്ചൊരു കേസ് ഇപ്പോൾ CPM പിടിച്ചിരിക്കുക. ശിവൻകുട്ടിയാണെങ്കിൽ നിയമസഭയിൽ ശവൻകുട്ടിയായിട്ട് അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു മഹാനായ നടനാണ് അദ്ദേഹം. കാരണം ശിവൻകുട്ടിയെപ്പോലെ ശവൻകുട്ടിയായിട്ട് ഇത്ര പെർഫെക്ഷനോടെ അഭിനയിച്ചിരിക്കുന്ന വേറെ ആരും നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഗവർണർ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം വലിയ ആക്ഷേപമൊക്കെ ആയിരുന്നു. ഗവർണർ വീണയുടെ കേസ് ഒതുക്കാനായിട്ട് സഹായിക്കുന്നു, അങ്ങനെയാണ് നിർമ്മല സീതാരാമനെ കാണാൻ അവിടെ കൊണ്ടുപോയെന്നൊക്കെ സതീശൻ പറഞ്ഞു കിടന്നിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാൻ RSS അല്ലായിരുന്നു. അതാണ് ആർലേക്കർ RSS ആണ്.
അപ്പോൾ ഈ എല്ലാ ചടങ്ങിലും ആരിഫ് മുഹമ്മദ് ഖാൻ BJPയും ആർലേക്കർ RSSുമാണ്. ഭയങ്കര സ്ട്രോങ് കോർ അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കോർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഭാരതാംബയുടെ ചിത്രം അല്ലാതെ ഈ നമ്മുടെ ഒക്ടോബറിൽ മറ്റേ ആയുധപൂജയൊക്കെ വരും, വിജയദശമി, ആ സമയത്ത് സരസ്വതിയുടെ ചിത്രം, ഇങ്ങനെയൊക്കെ RSSൻ്റെ ചടങ്ങുകൾക്ക് ഇതൊക്കെ വയ്ക്കുന്ന പതിവാണ്. പിന്നെ ഈ കാവ്യ എന്ന് പറയുന്നത് RSSൻ്റെതല്ല, അത് വളരെ പഴയ സംഭവമാണ്. അത് ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, ഭാരതീയതയുടെ പ്രതീകമാണ്. അതെ, അതിപ്പോൾ നാളെ ഇപ്പോൾ ദേശീയ പതാകയിലെ കാവ്യ എടുത്തു കളയാൻ ഈ ശവൻകുട്ടിമാർ ആവശ്യപ്പെടുമോ? അതാണ്, അതും അതിൻ്റെ അകത്തും കാവ്യ എടുത്തത് ഇങ്ങനെ തന്നെയാണ്. ആ ശിവജിയുടെ ഗുരുവിൻ്റെ കഥ അറിയാമല്ലോ, സമർത്ഥ രാമദാസ്. സമർത്ഥ രാമദാസ് ഗുരുവാണെങ്കിലും ഭിക്ഷയാചിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം സന്യാസിയാണല്ലോ. ശിവജിയുടെ ഗുരുവാണ് സമർത്ഥ രാമദാസ്. പക്ഷെ അപ്പോൾ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മേലാപ്പിൽ നിന്ന് ശിവജി നോക്കുമ്പോൾ ഇത് അപ്പുറത്ത് ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു ഗുരു. ഞാൻ രാജ്യത്തിൻ്റെ ഉടയവനല്ലേ, ഭരിക്കുന്ന ആളല്ലേ, എൻ്റെ ഗുരു ഇങ്ങനെ പിച്ച തണ്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ശിവജി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത് ശരിയല്ല, അപ്പോൾ ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഞാൻ രാജ്യം വേണമെങ്കിൽ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞു. ഇല്ല, നീ എൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലേ, എൻ്റെ കൂടെ പിച്ച എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവജി സമർത്ഥ രാമദാസിൻ്റെ കൂടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ ഇത് വലിയ നാണക്കേടായി. രാജാവ് പിച്ചെടുക്കുക എന്നുള്ളത് പ്രജകൾ നന്നായിട്ടല്ല കാണുന്നത്, പ്രജകൾക്ക് വിഷമായി. ആ ഗുരു പിച്ചെടുക്കുന്നത് ശരിയാ, മറ്റേത് ശരിയല്ല. പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളല്ലേ പ്രജകളെ. അത് ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ മറ്റേ അദ്ദേഹം പറഞ്ഞു, ഗുരു പറഞ്ഞു, അപ്പോഴാണ് ശിവജിക്കൊരു കാവിത്തുണി കൊടുത്തു. ഞാൻ ഉടുക്കുന്നത് പോലത്തെ ഒരു തുണിയാണ് ഇത് കയ്യിലിരുന്നാലൊരു ഗുണമുണ്ട്, ഈ രാജ്യം എൻ്റേതല്ല എന്ന് വിചാരിച്ചിട്ട് ഭരിക്കാൻ പറ്റും, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു രാജാവ് ഉയർത്തുന്ന കൊടിക്കൂറയാണ് ഈ കാവി, ഈ ഭാരതാംബയുടെ കയ്യിൽ കാണുന്ന കാവിക്കൊടി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കാവിക്കൊടി ഭാരതത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മരയോളകൾക്ക് ഇത് വല്ല അറിയാമോ, ചരിത്രം അറിയാമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.